പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 12ാം ക്ലാസ് ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ അധ്യായം ഡയറക്റ്റിങ്ങിൻ്റെ 4ാം ഭാഗമാണ് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗത്ത് കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് അഥവാ ആശയവിനിമയത്തെക്കുറിച്ചാണ് വിശദമായിട്ട് നമ്മൾ കാണുന്നത്. The word communication has been derived from the Latin word communis, which means common, implies common understanding. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്ക് ലാറ്റിൻ വാക്കായിട്ടുള്ള കമ്മ്യൂണീസ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതിനർത്ഥം കോമൺ എന്നാണ്. അതായത് കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാനമെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. Communication is the process of exchange of ideas, views, facts, feelings, etc. between or among people to create common understanding. ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, വികാരങ്ങൾ എന്നിവയെല്ലാം പങ്കുവെക്കുന്നതിനാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. രണ്ടുപേർ തമ്മിൽ ഏതെങ്കിലും വിഷയം പങ്കിടുമ്പോഴാണ് ആശയവിനിമയം നടക്കുന്നത്. കൈമാറ്റം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ മറ്റേയാൾക്ക് അതേ അർത്ഥതലത്തിൽ മനസ്സിലായാൽ മാത്രമേ അവിടെ ആശയവിനിമയം നടക്കുന്നുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ വിത്ത് ദ ഇൻഫർമേഷൻ ബീങ് അണ്ടർസ്റ്റുഡ് ബൈ ദ റിസീവർ. അയക്കുന്ന ആളിൽ നിന്നും സ്വീകർത്താവിലേക്ക് വിവരങ്ങൾ കൈമാറുകയും രണ്ടാമത്തെയാൾ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നതിനാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. ഇത് ഹരോൾഡ് കൂൺസിൻ്റെ വാക്കുകളാണ്. കമ്മ്യൂണിക്കേഷൻ പ്രക്രിയയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. പ്രധാനപ്പെട്ട 8 ഘടകങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി സെൻഡർ അഥവാ പ്രേഷിതൻ എന്ന് പറയും. അതായത് സന്ദേശം അയക്കുന്നയാളാണ്. ഇയാളിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത്. രണ്ടാമതായി മെസ്സേജ് അഥവാ സന്ദേശം. ആശയവിനിമയത്തിൻ്റെ വിഷയത്തെയാണ് സന്ദേശം എന്ന് പറയുന്നത്. ഇത് അഭിപ്രായങ്ങളോ വികാരപ്രകടനമോ നിർദ്ദേശങ്ങളോ ഉത്തരവുകളോ ആവാം. മൂന്നാമതായി എൻകോഡിംഗ്. സന്ദേശത്തെ കോഡ് ഭാഷയിലാക്കുന്നതിനാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ചിത്രങ്ങൾ, വാക്കുകൾ, ആംഗ്യങ്ങൾ, തരംഗങ്ങൾ എന്നിവയെല്ലാം സന്ദേശത്തിൻ്റെ പ്രതിരൂപങ്ങളാണ്. നാലാമതായി മീഡിയ അഥവാ മാധ്യമം. സന്ദേശങ്ങൾ സ്വീകർത്താവിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വഴിയാണ് മാധ്യമം. ഇതിനെ ചാനൽ എന്നും പറയാറുണ്ട്. നേരിട്ടുള്ള സംഭാഷണം, എഴുത്ത് രീതി, ടെലഫോൺ, ഇൻ്റർനെറ്റ് എന്നിവയെല്ലാം വിവിധ മാധ്യമങ്ങളാണ്. അഞ്ചാമതായി ഡീകോഡിംഗ്. കോഡ് ഭാഷയിലാക്കിയ സന്ദേശത്തെ വീണ്ടും സ്വീകർത്താവിന് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് മാറ്റുന്നതിനാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ആറാമതായി റിസീവർ അഥവാ സ്വീകർത്താവ്. സന്ദേശം സ്വീകരിക്കുന്ന ആളാണിത്. ഇയാളെ ലക്ഷ്യമാക്കിയാണ് സന്ദേശങ്ങൾ അയക്കുന്നത്. ഏഴാമതായി ഫീഡ്ബാക്ക് അഥവാ പ്രതികരണം. സന്ദേശം ലഭിച്ചതിനുള്ള മറുപടിയാണിത്. സന്ദേശം സ്വീകർത്താവിന് മനസ്സിലായോ എന്നും പ്രതികരണത്തിലൂടെ അറിയുന്നു. പ്രേഷിതന് പ്രതികരണം ലഭിക്കുന്നതിലൂടെയാണ് വാർത്താവിനിമയം പൂർത്തിയാകുന്നത്. അവസാനമായി നോയിസ് അഥവാ ആരവം. ഈ ഘടകങ്ങളെ ഡയഗ്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. സെൻഡർ, മെസ്സേജ്, എൻകോഡിംഗ്, മീഡിയ, ഡീകോഡിംഗ്, റിസീവർ, ഫീഡ്ബാക്ക് ആൻഡ് നോയിസ്. ഇവിടെ നോയിസ് അഥവാ ആരവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സം ഒബ്സ്ട്രക്ഷൻസ് ഓർ ഹിൻഡ്രൻസ് ടു കമ്മ്യൂണിക്കേഷൻ. വാർത്താവിനിമയത്തിനുണ്ടാകുന്ന തടസ്സങ്ങളെയാണ് നോയിസ് എന്ന് പറയുന്നത്. ambiguous symbol that leads to faulty encoding, a poor telephone connection, an inattentive receiver, faulty decoding, etc. are examples of noise. കോഡ് ഭാഷയുടെ അവ്യക്തത, ടെലിഫോൺ തകരാറുകൾ, സ്വീകർത്താവിൻ്റെ അശ്രദ്ധ, ഡീകോഡിംഗ് പിഴവുകൾ, ആശയശോഷണം എന്നിവയെല്ലാം
വാർത്താവിനിമയത്തിൻ്റെ തടസ്സങ്ങൾക്ക് ഉദാഹരണമാണ്. കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുക. ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഒന്നാമതായി, ബേസിസ് ഫോർ കോർഡിനേഷൻ. ഏകോപനത്തിൻ്റെ അടിസ്ഥാനം കമ്മ്യൂണിക്കേഷനാണ്. കോർഡിനേഷൻ എമംഗ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഒരു സ്ഥാപനത്തിലെ വിവിധ വകുപ്പുകളും പ്രവർത്തനങ്ങളും വ്യക്തികളും തമ്മിൽ ഏകോപനമുണ്ടാകണമെങ്കിൽ ഫലവത്തായ ആശയവിനിമയം നടക്കണം. രണ്ടാമതായി, സ്മൂത്ത് വർക്കിംഗ് ഓഫ് ദ എൻ്റർപ്രൈസ്. വെൻ ദർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഓൾ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റീസ് വിൽ ബി സ്റ്റോപ്ഡ്. ഒരു നല്ല വാർത്താവിനിമയ സമ്പ്രദായം നിലവിലുള്ള സ്ഥാപനത്തിൽ പ്രവർത്തനം സുഗമമായി നടക്കുന്നു. നയങ്ങളും തീരുമാനങ്ങളും വ്യക്തമായി ജീവനക്കാരെ അറിയിക്കുവാനും അവരുടെ പ്രശ്നങ്ങളോ അഭിപ്രായങ്ങളോ അറിയാനും വാർത്താവിനിമയ സംവിധാനങ്ങൾ സഹായിക്കുന്നു. മൂന്നാമതായി, ബേസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അടിസ്ഥാനവും കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ്സ് റിക്വയർഡ് ഡേറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുന്നത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. മാനേജർമാർക്ക് വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നതിന് വാർത്താവിനിമയം സഹായിക്കുന്നുണ്ട്. നാലാമതായി, ഇൻക്രീസസ് മാനേജീരിയൽ എഫിഷ്യൻസി. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. കൺവേയിങ് ഗോൾസ്, ഇഷ്യൂവിങ് ഇൻസ്ട്രക്ഷൻസ്, അലോക്കേറ്റിംഗ് ജോബ്സ്, evaluating performance etc. are done through communication which will improve the efficiency of organization. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ ജീവനക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും ഉത്തരവുകൾ, നിർദ്ദേശങ്ങൾ തുടങ്ങിയവ നൽകുവാനും മാനേജർമാരെ വാർത്താവിനിമയ സംവിധാനം സഹായിക്കുന്നു. ആശയവിനിമയം ഫലപ്രദമാണെങ്കിൽ പാഴ്ചെലവുകൾ ധാരാളം ഒഴിവാക്കുകയും ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യും. അഞ്ചാമതായി, പ്രൊമോട്ട്സ് കോഓപ്പറേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പീസ്. Two-way communication promotes cooperation and mutual trust which will result in industrial peace. സഹകരണവും സമാധാന അന്തരീക്ഷവും സൃഷ്ടിക്കാൻ വാർത്താവിനിമയം സഹായിക്കുന്നുണ്ട്. മാനേജർമാർ നിർദ്ദേശങ്ങൾ നൽകുന്നതും ജീവനക്കാരുടെ പ്രതികരണവും പരാതികളും മനസ്സിലാക്കുന്നതും ആശയവിനിമയത്തിലൂടെയാണ്. ഇരുവശങ്ങളിലേക്കുമുള്ള ഈ ആശയവിനിമയം മാനേജ്മെൻറ്റിൻ്റെയും ജീവനക്കാരുടെയും ഇടയിൽ സഹകരണം ഉണ്ടാക്കുന്നു. ഇതിലൂടെ തൊഴിൽ തർക്കങ്ങൾ പരിഹരിച്ച് സമാധാന അന്തരീക്ഷം സംജാതമാകുന്നു. ആറാമതായി, ഇഫക്റ്റീവ് ലീഡർഷിപ്പ്. കാര്യക്ഷമമായ നേതൃത്വം. ദ ലീഡർ ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ടു ഇൻഫ്ലുവൻസ് ദ വർക്ക് ഫോഴ്സ്. കാര്യക്ഷമമായ നേതൃത്വത്തിന് നേതാവും അനുയായികളും തമ്മിലുള്ള ആശയവിനിമയം ആവശ്യമാണ്. നേതാവിൻ്റെ തീരുമാനങ്ങൾ അനുയായികളെ അറിയിക്കുവാനും അനുയായികളുടെ പ്രശ്നങ്ങൾ നേതാവിനെ അറിയിക്കുവാനും ആശയവിനിമയം ആവശ്യമാണ്. ഏഴാമതായി, ബൂസ്റ്റപ്പ് മൊറൈൽ ആൻഡ് മോട്ടിവേഷൻ. നീതിപൂർവമായ പെരുമാറ്റവും പ്രചോദനവും. വാർത്താവിനിമയ രീതികൾ മാനേജർമാർ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലൂടെ കീഴ്ജീവനക്കാരെ സ്വാധീനിക്കാനും പ്രചോദിപ്പിക്കാനും അവരിൽ സംതൃപ്തി ഉണ്ടാക്കാനും കഴിയുന്നു. Good communication improves better relations which will boost up morale and motivation of employees. അടുത്തായിട്ട്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വിവിധതരം ആശയവിനിമയ രീതികളെക്കുറിച്ച് കാണാം. ഓറൽ കമ്മ്യൂണിക്കേഷനാണ് ഒന്നാമതായി. ഇൻഫർമേഷൻ ത്രൂ സ്പോക്കൺ വേർഡ്സ്, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, ടെലിഫോൺ എക്സെട്ര. ആശയവിനിമയത്തിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ പ്രാധാന്യമറിയിക്കുന്നതാണ്. വാക്കുകൾ ഉപയോഗിച്ചോ ടെലിഫോണിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. വാക്കാലുള്ള കമ്മ്യൂണിക്കേഷനാണ്. രണ്ടാമതായി, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഇൻഫർമേഷൻ ത്രൂ റിട്ടൺ വേർഡ്സ്, ലെറ്റേഴ്സ്, മെമ്മോസ്, റിപ്പോർട്ട്സ്, മാഗസിൻസ്, ബുക്സ് എക്സെട്ര. റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ് കൂടുതലായിട്ടും ഒരു സ്ഥാപനത്തിൽ ഔപചാരികമായിട്ട് നടക്കാറുള്ളത്. ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന വിവിധതരം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് കാണാം. ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ രീതിയിലാണ്? ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഓർഗനൈസേഷൻ നടക്കാറുണ്ട്. അതിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്.
കമ്മ്യൂണിക്കേഷനെ ഫോർമൽ എന്നും ഇൻഫോർമൽ എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനെ വീണ്ടും മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു: വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ. ദെൻ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നും ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനും എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ്റെ വിവിധ ക്ലാസിഫിക്കേഷനുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷനെ ഫോർമൽ എന്നും ഇൻഫോർമൽ എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഫോർമൽ കമ്മ്യൂണിക്കേഷനെ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ഡയഗണൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആദ്യമായിട്ട് ഫോർമൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കാണാം. ഔപചാരിക ആശയവിനിമയം. കമ്മ്യൂണിക്കേഷൻ ത്രൂ ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് ഈസ് കോൾഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഫ്ലോസ് ത്രൂ സ്കാലാർ ചെയിൻ. ഒരു സ്ഥാപനത്തിലെ ഔദ്യോഗിക ശൃംഖലയിൽ കൂടി മാത്രം നടക്കുന്ന ആശയവിനിമയമാണിത്. ജനറലി റിട്ടൺ, ദറ്റ് ഈസ് നോട്ട്സ്, മെമ്മോസ്, ലെറ്റേഴ്സ് ഓർ റിപ്പോർട്ട്സ് ആർ യൂസ്ഡ് ഇൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. വിവിധതരം ഫോർമൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് കാണുന്നത്. ഒന്നാമതായി വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് വെർട്ടിക്കലി, ഐദർ അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. ലംബമായ ആശയവിനിമയമാണിത്. അതായത് കുത്തനെ മേൽപോട്ടും കീഴ്പോട്ടുമുള്ള ആശയവിനിമയമാണ് ലംബമായ ആശയവിനിമയം. ഇതിൽ ആദ്യമായിട്ട് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ലോവർ ലെവൽ ടു ഹയർ ലെവൽ. ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ രണ്ടാമതായി ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവൽ. മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിൽ കൂടുതലും നടക്കുക ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ രണ്ടാമതായി ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കാണാം. തിരശ്ചീനമായ ആശയവിനിമയമാണിത്. ഫ്ലോസ് ഫ്രം എ പേഴ്സൺ ടു അനദർ ഇൻ ദ സെയിം ലെവൽ. ഒരേ ലെവലിലുള്ള മാനേജർമാർ തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയമാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഒരേ തലത്തിലോ പദവിയിലോ ഉള്ള ആളുകൾ തമ്മിൽ ഉള്ള ആശയവിനിമയമാണിത്. ഉദാഹരണമായിട്ട് പർച്ചേസ് മാനേജർ പ്രൊഡക്ഷൻ മാനേജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മൂന്നാമതായി ഡയഗണൽ കമ്മ്യൂണിക്കേഷനാണ്. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ is the communication between persons in different departments, one holding higher position and the other will be in the lower position. Diagonal communication സാധാരണഗതിയിൽ സ്കാലാർ ചെയിനിൽ അനുവദനീയമല്ല. വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിലെ വ്യത്യസ്ത പദവിയിലുള്ള ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. അടുത്തായിട്ട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കാണാം. അനൗപചാരിക ആശയവിനിമയമാണിത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഫോർമൽ റിലേഷൻഷിപ്പ് എമംഗ് ദ എംപ്ലോയീസ് ഇൻ ഡിഫറെൻറ്റ് ലെവൽസ്. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഓൾ ഫോർമാലിറ്റീസ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് മേ ബി കൺവേഡ് ബൈ ജസ്റ്റേഴ്സ്, എ ഗ്ലാൻസ്, സ്മൈൽ, എക്സെട്ര. ഓഫൺ സപ്ലിമെൻ്റ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. സ്ഥാപനത്തിലെ ഔദ്യോഗിക ശൃംഖലയിൽ കൂടി അല്ലാത്ത ആശയവിനിമയമാണിത്. ഇത്തരം ആശയവിനിമയത്തിന് ഔദ്യോഗിക സ്വഭാവം ഉണ്ടായിരിക്കുകയില്ല. സ്ഥാപനത്തിലെ വ്യക്തികൾ തമ്മിലുള്ള സാമൂഹിക സൗഹൃദ ബന്ധങ്ങളാണ് അനൗപചാരിക ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനം. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ തമ്മിൽ അടുത്തിടപഴകുമ്പോൾ ആശയങ്ങളും അഭിപ്രായങ്ങളും പരസ്പരം പങ്കുവെക്കുന്നു. സാധാരണയായിട്ട് വാചികമായിട്ടാണ്, അതായത് ഓറലായിട്ടാണ് ഇത്തരം ആശയവിനിമയം കൂടുതലായിട്ട് നടക്കുന്നത്. ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ ഗ്രേപ്പ് വെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാറുണ്ട്. ദ നെറ്റ്വർക്ക് ഓഫ് ഓർ പാത്വേ ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ് ഗ്രേപ്പ് വെയിൻ കമ്മ്യൂണിക്കേഷൻ. കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളികൾ പോലെയാണ് ഇവിടെ ആശയവിനിമയം നടക്കുന്നത്. മുന്തിരിവള്ളികളുടെ ഉറവിടമോ അവ എങ്ങോട്ട് പോകുന്നുവെന്നോ അറിയുക ഏറെ പ്രയാസകരമാണ്.
അതുപോലെ അനൗപചാരിക ആശയവിനിമയത്തിൽ സന്ദേശങ്ങൾ എവിടെ നിന്ന് ആരംഭിക്കുന്നുവെന്നോ ഏതെല്ലാം വഴികളിൽ സഞ്ചരിച്ചുവെന്നോ കണ്ടെത്താൻ കഴിയുകയില്ല. അനൗപചാരിക ആശയവിനിമയം മുന്തിരിവള്ളി പോലെ വ്യാപിക്കുമ്പോൾ അതിൻ്റെ ഉറവിടം കണ്ടെത്തുക പ്രയാസകരമായതിനാലാണ് ഇതിനെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഹിയർ ദ ഒറിജിൻ ആൻഡ് ഡയറക്ഷൻ കനോട്ട് ബി ട്രേസ്ഡ് ഈസിലി. ഇറ്റ് ഈസ് സ്ട്രക്ചർലെസ് ആൻഡ് മേ ഫ്ലോ ഇൻ എനി ഡയറക്ഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഫോർമൽ വേഴ്സസ് informal communication. In case of formal communication, it flows through official chain. ഔദ്യോഗിക ശൃംഖലയിലൂടെയുള്ള ആശയ കൈമാറ്റമാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഒഫീഷ്യൽ ചെയിൻ. എന്നാൽ അനൗപചാരിക ആശയവിനിമയം സ്വതന്ത്രമായി ആശയ കൈമാറ്റം നടക്കലാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ താരതമ്യേന സ്ലോ ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അതായത് മന്ദഗതിയിലാണ് ആശയങ്ങൾ വിനിമയം ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഫാസ്റ്റ്. അതിവേഗത്തിൽ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് അനൗപചാരിക ആശയവിനിമയത്തിൽ. തേർഡ്ലി, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ്ലി റിട്ടൺ, but informal communication is mostly oral or verbal. റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ വാചികമായിട്ടുള്ള ഓറൽ അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ വർക്ക് റിലേറ്റഡ്, ബട്ട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് സോഷ്യൽ റിലേറ്റഡ് വൺ. അടുത്തായിട്ട് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് ഈസി ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഇത്തരത്തിൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ സാധ്യമല്ല. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓർഡർലി ആൻഡ് സിസ്റ്റമാറ്റിക്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇറ്റ് ഹാസ് നോ ഓർഡർ അറ്റ് ഓൾ. Formal communication serves organizational needs. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഓർഗനൈസേഷണൽ നീഡ്സുമുണ്ട്, സോഷ്യൽ നീഡ്സുമുണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇംപേഴ്സണൽ നേച്ചറിലുള്ളതാണ്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പേഴ്സണൽ നേച്ചറിലുള്ളതാണ്. ദെൻ ലാസ്റ്റ്ലി, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വെരി ലോ ചാൻസ് ഓഫ് ഡിസോർഷൻ. ആശയ ശോഷണത്തിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ആശയ ശോഷണത്തിനുള്ള ചാൻസുകൾ കൂടുതലാണ്. ദീസ് ഓൾ ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അടുത്തായിട്ട് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ഔപചാരിക ആശയവിനിമയ ശൃംഖലകളെ കുറിച്ച് കാണാം. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഔപചാരിക ആശയവിനിമയ ശൃംഖലകൾ. അതിലൊന്നാമത്തത് സിംഗിൾ ചെയിൻ പാറ്റേൺ ആണ്. ചെയിൻ മാതൃക എന്ന് പറയും. കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഇൻ എ സിംഗിൾ ചെയിൻ. ഉദാഹരണമായിട്ട് സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്ക്. ഒരു കീഴുദ്യോഗസ്ഥനും അയാളുടെ നേരിട്ടുള്ള മേലുദ്യോഗസ്ഥനും തമ്മിൽ മാത്രം ആശയവിനിമയം അനുവദിക്കുന്ന മാതൃകയാണിത്. രണ്ടാമത്തെ വൈ പാറ്റേൺ ആണ്. വൈ മാതൃകയിലാണ് ഇവിടെ ആശയവിനിമയം നടക്കുന്നത്. സ്ലൈറ്റ്ലി സെൻട്രലൈസ്ഡ് ആണ്. സം പേഴ്സൺസ് ആർ ക്ലോസർ ടു ദ സെൻറ്റർ ഓഫ് ദ നെറ്റ്വർക്ക്. മൂന്നാമതായി വീൽ പാറ്റേൺ ആണ്. വീൽ മാതൃക. ഫ്ലോസ് ഫ്രം വൺ സെൻട്രൽ പേഴ്സൺ. ഓൾ അതേഴ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ദ ലീഡർ ഓൺലി. ഏറ്റവും കേന്ദ്രീകൃതമായ ആശയവിനിമയ ശൃംഖലയാണിത്.
ഈ മാതൃകയിൽ ഒരു വിഭാഗത്തിൻ്റെ തലവനിലൂടെ മാത്രമേ ആ ഗ്രൂപ്പിലുള്ളവർ പരസ്പരം ആശയവിനിമയം നടത്താൻ പാടുള്ളൂ. മൂന്നാമതായി ഫ്രീ ഫ്ലോ അല്ലെങ്കിൽ ഓൾ ചാനൽ പാറ്റേൺ. ഓൾ ചാനൽ മാതൃകയിൽ ഓൾ മെമ്പേഴ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഏറ്റവും വികേന്ദ്രീകൃതമായ ആശയവിനിമയ ശൃംഖലയാണിത്. ഈ രീതിയിൽ ഒരു ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും തമ്മിൽ ആശയവിനിമയം സാധ്യമാണ്. അഞ്ചാമതായി സർക്കിൾ പാറ്റേൺ, സർക്കിൾ മാതൃക. ഈച്ച് പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടു ഇൻ ദ ഗ്രൂപ്പ്. ഈ മാതൃകയിൽ ഒരു ഗ്രൂപ്പിലെ എല്ലാ വ്യക്തികൾക്കും രണ്ടുപേരുമായി ആശയവിനിമയം സാധ്യമാണ്. ഇത് മുകളിൽ നമ്മൾ ചർച്ച ചെയ്ത ചെയിൻ മാതൃകയുടെ പരിമിതികളെ മറികടക്കാൻ സഹായിക്കുന്നു. ആറാമതായി ഇൻവേർട്ടഡ് വി പാറ്റേൺ, തലകീഴായ വി മാതൃക. സബോർഡിനേറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ആസ് വെൽ ആസ് ഹിസ് സൂപ്പർവൈസേഴ്സ് സുപ്പീരിയർ. ഈ മാതൃകയിൽ ഒരു കീഴ്ജീവനക്കാരന് തൻ്റെ രണ്ട് മേലുദ്യോഗസ്ഥരുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ കഴിയുന്നു. സുപ്പീരിയറുമായിട്ടും സുപ്പീരിയറുടെ സുപ്പീരിയറുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. വിവിധ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ചെയിൻ പാറ്റേൺ ആണ് ആദ്യം നൽകിയിരിക്കുന്നത്. വൈ പാറ്റേൺ, വീൽ പാറ്റേൺ, ഓൾ ചാനൽ പാറ്റേൺ, സർക്കിൾ പാറ്റേൺ ആൻഡ് ഓൾസോ ഇൻവേർട്ടഡ് വി. വിവിധ ഔപചാരിക ആശയവിനിമയ ശൃംഖലകളാണ് ഇവ. അടുത്തായിട്ട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ കുറിച്ച് കാണാം. അനൗപചാരിക ആശയവിനിമയ ശൃംഖലകളെക്കുറിച്ചാണ് അടുത്തായിട്ട് കാണുന്നത്. ഒന്നാമതായിട്ട് സിംഗിൾ സ്ട്രാൻഡ് അഥവാ സിംഗിൾ ലൈൻ. ഈച്ച് വൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ അതർ ഇൻ എ സീക്വൻസ്. ഒരു പ്രത്യേക ക്രമത്തിൽ വ്യക്തികൾ തമ്മിൽ അനൗപചാരിക ആശയവിനിമയം നടത്തുന്നതാണിത്. രണ്ടാമതായി ഗോസിപ്പ് നെറ്റ്വർക്കാണ്. വൺ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൾ അതേഴ്സ്. ഒരു വായാടിയെ പോലെ എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തുന്ന രീതിയാണിത്. മൂന്നാമതായിട്ട് പ്രോബബിലിറ്റി നെറ്റ്വർക്കാണ്. ഈച്ച് വൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ അതർ ഓൺ എ റാൻഡം ബേസിസ്. മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ ആകസ്മികമായി കണ്ടുമുട്ടുന്നവർ തമ്മിലുള്ള ആശയവിനിമയമാണിത്. അടുത്തായിട്ട് ക്ലസ്റ്റർ നെറ്റ്വർക്കാണ്. ഇതൊരു സംഘമാതൃകയാണ്. ഒരു ഗ്രൂപ്പിലെ പരസ്പര വിശ്വാസമുള്ളവർ തമ്മിലുള്ള അനൗപചാരിക ആശയവിനിമയമാണിത്. സാധാരണയായിട്ട് ബിസിനസ് സ്ഥാപനങ്ങളിൽ ഈ മാതൃകയാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. പാസിംഗ് ദ ഇൻഫർമേഷൻ ടു ഓൺലി ദോസ് പേഴ്സൺ ഇൻ ഹും ഹി ഹാസ് ട്രസ്റ്റ്. വിവിധ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെ ഡയഗ്രാം ഒന്നുകൂടി ശ്രദ്ധിക്കുക. സിംഗിൾ സ്റ്റാൻഡ് നെറ്റ്വർക്ക്, ഗോസിപ്പ് നെറ്റ്വർക്ക്, പ്രോബബിലിറ്റി നെറ്റ്വർക്ക് ആൻഡ് ഓൾസോ ക്ലസ്റ്റർ നെറ്റ്വർക്ക്. അടുത്തായിട്ട് ബാരിയേഴ്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കാണാം. ആശയവിനിമയത്തിലുള്ള തടസ്സങ്ങൾ. ഒരു സ്ഥാപനത്തിൽ മാനേജർമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറിയ പങ്കും ആശയവിനിമയ തടസ്സങ്ങൾ അഥവാ പ്രതിബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്നവയാണ്. സുഗമമായ ആശയവിനിമയത്തിന് തടസ്സം നിൽക്കുന്ന ഈ ഘടകങ്ങൾ ആശയശോഷണത്തിനും തെറ്റിദ്ധാരണകൾക്കും വഴിയൊരുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തടസ്സങ്ങളെ കണ്ടെത്തി അവയെ മറികടക്കുന്നതിനുള്ള നടപടികൾ മാനേജർമാർ സ്വീകരിക്കണം. ഒരു സ്ഥാപനത്തിലുണ്ടാകാറുള്ള ആശയവിനിമയ തടസ്സങ്ങളെ 4 പൊതു തലക്കെട്ടുകളിലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമതായി സെമാന്റിക് ബാരിയർ. സെമാന്റിക് മീൻസ് മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്. അർത്ഥപരമായ തടസ്സങ്ങളാണിവ. സന്ദേശത്തിൻ്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കാത്തതിലൂടെ ആശയവിനിമയം ഫലവത്താകാതെ പോകുന്നു. പ്രധാനപ്പെട്ട സെമാന്റിക് ബാരിയറുകൾ ഏതൊക്കെയെന്ന് നോക്കാം. റീസൺസ് ഫോർ സെമാന്റിക് ബാരിയർ: ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ്, faulty translation, unclarified assumptions,
ബോഡി ലാംഗ്വേജ് ആൻഡ് ജസ്റ്റേഴ്സ് ഡീകോഡിംഗ് ഇവയിലുള്ള പ്രശ്നങ്ങളാണ് അർത്ഥപരമായ തടസ്സങ്ങൾക്ക് അല്ലെങ്കിൽ സീമാൻറ്റിക് ബാരിയേഴ്സിന് കാരണം. സന്ദേശത്തിലെ വാക്കുകളുടെ തെറ്റായ പ്രയോഗം, ചിഹ്നങ്ങളുടെ അർത്ഥവ്യത്യാസം, തെറ്റായ വിവർത്തനം, വിശദീകരണത്തിൻ്റെ അഭാവം, സാങ്കേതിക പദപ്രയോഗങ്ങൾ, ആംഗ്യഭാഷയിലെ അവ്യക്തതകൾ എന്നിവയെല്ലാം അർത്ഥപരമായ തടസ്സങ്ങൾ ഉണ്ടാക്കാറുണ്ട്. രണ്ടാമതായി സൈക്കോളജിക്കൽ ബാരിയേഴ്സ് മനഃശാസ്ത്രപരമായ തടസ്സങ്ങളാണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ആംഗ്രി മൂഡ്, ട്രബിൾഡ് മൈൻഡ് എക്സെട്ര വിൽ അഫക്റ്റ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. വൈകാരികവും മാനസികവുമായ ഘടകങ്ങൾ സുഗമമായ വാർത്താവിനിമയത്തിന് തടസ്സമാകാറുണ്ട്. ഉദാഹരണമായി മാനസിക സമ്മർദ്ദമുള്ള ഒരാൾക്ക് ശരിയായി ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല. പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രീമച്വർ ഇവാലുവേഷൻ, ലാക്ക് ഓഫ് അറ്റൻഷൻ, ലോസ് ബൈ ട്രാൻസ്മിഷൻ ഓർ പുവർ റിറ്റൻഷൻ, ഡിസ്ട്രസ്റ്റ് ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. അതായത് പൂർണ്ണമാകുന്നതിന് മുമ്പുള്ള വിലയിരുത്തൽ, ജാഗ്രതക്കുറവ്, ആശയശോഷണം, അവിശ്വാസം ഇവയൊക്കെ പലപ്പോഴും മനഃശാസ്ത്രപരമായ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. മൂന്നാമതായി ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് സ്ഥാപനപരമായ തടസ്സങ്ങളാണ്. കോംപ്ലക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിത്ത് സ്കാലാർ ചെയിൻ റെസ്ട്രിക്ട്സ് ഫ്രീ ആൻഡ് ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ. സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകളായ സംഘടനാ രൂപം, അധികാര വിന്യാസം, നിയമവ്യവസ്ഥകൾ എന്നിവയെല്ലാം ഫലവത്തായ ആശയവിനിമയത്തിന് തടസ്സമാകാറുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാപനപരമായ തടസ്സങ്ങളെന്ന് നോക്കാം. ഓർഗനൈസേഷണൽ ബാരിയേഴ്സിൽ പ്രധാനപ്പെട്ടവ ഓർഗനൈസേഷൻ പോളിസി, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ പോളിസി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്ട്രിക്ട്ലി ത്രൂ ദ ചെയിൻ, സ്റ്റാറ്റസ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻ, കോംപ്ലക്സിറ്റി ഓഫ് സ്ട്രക്ചർ, ടു മെനി ലെവൽസ് ഉള്ള സിറ്റുവേഷൻ, ഓർഗനൈസേഷണൽ ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേഷനുള്ള ഫെസിലിറ്റീസ്, ഇന്റർകോം, അഡ്രസ്സിംഗ് സിസ്റ്റം മുതലായവയൊക്കെ. ഇവയൊക്കെ സ്ഥാപനപരമായ തടസ്സങ്ങളാണ്. സ്ഥാപനത്തിൻ്റെ നയം, നിയമവ്യവസ്ഥകൾ, പദവിയുടെ വ്യത്യാസം, സങ്കീർണമായ ഘടന, സ്ഥാപനത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളെല്ലാം ഓർഗനൈസേഷണൽ ബാരിയേഴ്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവസാനമായി പേഴ്സണൽ ബാരിയേഴ്സാണ് വ്യക്തിപരമായ തടസ്സങ്ങൾ. സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും വ്യക്തിപരമായ ഘടകങ്ങളും വാർത്താവിനിമയത്തിൽ തടസ്സമുണ്ടാക്കാറുണ്ട്. പേഴ്സണൽ ഫാക്ടേഴ്സ് ഓഫ് ദ സെൻഡർ ആൻഡ് റിസീവർ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യക്തിപരമായ തടസ്സങ്ങൾ? ഫിയർ ഓഫ് ചലഞ്ച് ടു അതോറിറ്റി, lack of confidence about the subordinates, unwillingness to communicate, lack of incentives or rewards. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട പേഴ്സണൽ ബാരിയേഴ്സ്. അധികാരം നഷ്ടമാകുമെന്നുള്ള പേടി, കീഴ് ജീവനക്കാരിലുള്ള അവിശ്വാസം, പ്രതികൂല ഭാവം, പ്രചോദനത്തിൻ്റെ അഭാവം, ഇവയൊക്കെ വ്യക്തിപരമായ തടസ്സങ്ങളാണ് കമ്മ്യൂണിക്കേഷനിൽ. അടുത്തതായി ഇംപ്രൂവിംഗ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്നെസ്. വാർത്താവിനിമയം ഫലവത്താകാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലാരിഫൈ ദ ഐഡിയാസ് ബിഫോർ കമ്മ്യൂണിക്കേഷൻ. വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം കമ്മ്യൂണിക്കേഷൻ നടത്തുക. രണ്ടാമതായി നോ ദ നീഡ്സ് ഓഫ് റിസീവർ. സ്വീകർത്താവിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുക. മൂന്നാമതായിട്ട് കൺസൾട്ട് അതേഴ്സ് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. സാങ്കേതിക കാര്യങ്ങളാണെങ്കിൽ വേണ്ട ഉപദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം കമ്മ്യൂണിക്കേഷൻ നടത്തുക. നാലാമതായിട്ട് ബിവെയർ ഓഫ് ലാംഗ്വേജസ്, ടോൺ ആൻഡ് കണ്ടന്റ്. ഭാഷയും ശൈലിയുമൊക്കെ കൃത്യമായിട്ട് അറിയുക. അഞ്ചാമതായി എൻഷുവർ പ്രോപ്പർ ഫീഡ്ബാക്ക് ഉറപ്പുവരുത്തുക, പ്രതികരണം ഉറപ്പാക്കുക. ആറാമതായിട്ട് ബി എ ഗുഡ് ലിസണർ. നല്ലൊരു കേൾവിക്കാരനാവുക,
ഏഴാമതായി ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ, അനുബന്ധ പ്രവർത്തനങ്ങളാണ് ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ. കൺവേ തിങ്സ് ഓഫ് ഹെൽപ്പ് ആൻഡ് വാല്യൂ ടു ലിസണേഴ്സ്, മൂല്യവത്തായ ആശയങ്ങൾ മാത്രം കൈമാറുക എന്നുള്ളത്. 9. കമ്മ്യൂണിക്കേറ്റ് ഫോർ പ്രസൻറ്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ, ദീർഘവീക്ഷണത്തോടെയുള്ളൊരു സമീപനമാണത്. കമ്മ്യൂണിക്കേറ്റ് ഫോർ ദ പ്രസൻറ്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ. ഇവയൊക്കെ കമ്മ്യൂണിക്കേഷൻ ഫലവത്താകാൻ വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ്. Thank you for watching this video.